ടാബിക്കുട്ടി ഉറക്കം കഴിഞ്ഞാൽ സത്യം പറയാലോ എനിക്ക് കൂടെ എഴുന്നേറ്റ് പോകാനേ തോന്നില്ല കേട്ടോ. അങ്ങനെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് തോന്നുവേ. അങ്ങനെ ടാബിക്കുട്ടി എഴുന്നേൽപ്പിച്ച് രാവിലത്തെ കലാപരിപാടികളൊക്കെ നടത്തി ഇതാ ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടാബിക്കുട്ടി ശരിക്കും പറഞ്ഞാൽ ഇന്ന് സ്കൂളിൽ തൈക്കൊണ്ടതിന് ബെൽറ്റ് എക്സാം ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സെറ്റായി. ഞങ്ങൾ രണ്ടുകൂട്ടാണ് കേട്ടോ ഇന്ന് പോകുന്നത്. സത്യം പറയാലോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറക്കപ്പിച്ച് മാറിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ റെഡിയായി താഴേക്ക് ഇറങ്ങി കേട്ടോ. ശരിക്കും സാറ്റർഡേ അല്ലേ കുറച്ച് നേരം കൂടുതൽ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു പണി കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി എക്സാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പക്ഷേ എക്സാം സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ് എനിക്കൊരു മുട്ടും പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നില്ല അങ്ങനെ ഒരു പണി കിട്ടുമെന്ന്. ടാബിക്കൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊന്നും മാറുകയില്ല. അപ്പോൾ പിന്നെ ഭയങ്കര കരച്ചിലായി ബഹളമായി. പിന്നെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞ് അങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടോയ് വാങ്ങിച്ചു കൊടുക്കാവുന്നത്. സത്യം പറഞ്ഞാൽ ഈ ബ്രൈവ് പരിപാടി അത്ര നല്ലതല്ലെന്ന് എനിക്കറിയാം. പിന്നെ ആ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രോമിസ് നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയതാണ്. അപ്പോൾ ടോയ് ഒക്കെ വാങ്ങിച്ചു ഞങ്ങൾ അങ്ങനെ സെറ്റായി. അപ്പോൾ ഇന്ന് ഇത്രേ പരിപാടിയുള്ളൂ. ബൈ.